നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തൻകുളം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നത് നമ്മളുടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഏകദേശം ഒരു ഔട്ട്സൈഡ് നമ്മൾ എന്ത് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെ നിൽക്കുന്നു, ഇനി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ കുറേ വീടുകൾ ചെയ്ത് ക്ലയൻസിൻ്റെ നമ്മൾ സിറ്റി ബിൽഡേഴ്സ് ആപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ലോജിക്കാണ്, നിങ്ങൾക്കെല്ലാം അറിയാലോ. അതായത് Alibaba.com, ആമസോണോ, ഫ്ലിപ്കാർട്ടൊക്കെ പോലെ നമ്മൾക്ക് വലിയ വോള്യൂംസ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് മുതൽ ഗോദ്രേജ് പോലുള്ള കമ്പനികളിൽ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് 5 മുതൽ 50% ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടാവും. ഇത് നമ്മൾ നേരിട്ട് ക്ലയൻസിന് കൊടുക്കുമ്പോൾ ക്ലയൻസാണ് അതിൻ്റെ പേയ്മെൻറ്റോ എല്ലാം ചെയ്യുക, POs ഒക്കെ നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ കൂടെ ക്ലയൻസ് ചെയ്യുമ്പോൾ ആ വലിയ ബൾക്ക് വോള്യത്തിൻ്റെ എന്താ പറയുക മോഡേൺ ട്രേഡ് സിസ്റ്റത്തിൻ്റെ ആ ഒരു യൂട്ടിലിറ്റി ക്ലയൻസിന് കിട്ടുമ്പോൾ ക്ലയൻസിന് അവർ ഡ്രീം ഹോം, കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പണ കല്ല് മുതൽ അവർ പ്രെയർ റൂം വരെ കസ്റ്റമൈസ് ചെയ്ത് അവർ ഡ്രീമിനനുസരിച്ച് ക്വാളിറ്റിയിൽ 10% സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ഇൻഡിവിജ്വൽ വീടാണെങ്കിലും ശരി, അല്ല അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ശരി, ഇതാണ് നമ്മുടെ മോഡൽ. റൈറ്റ്, അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റ്സ് ആണെങ്കിൽ ശരി, ഇതാണ് നമ്മുടെ മോഡൽ. അത് ക്ലയൻസിന് അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയോ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് അത് ഡിജിറ്റലി ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലോട്ടുകൾ വാങ്ങിയിട്ട് അവിടെ അവർക്ക് ബിൽഡ് ചെയ്യാം. റൈറ്റ്, ക്ലിയർ. ഇനി ഞാൻ മാറ്ററിലേക്ക് വരും. അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മൾ കുറേ വീടുകൾ ഡെലിവറി കൊടുത്തു. ഇപ്പോൾ 10-60ഓളം വീടുകൾ പൈപ്പ് ലൈനിൽ ഡിസൈൻ ചെയ്യുകയും കൺസ്ട്രക്റ്റ് ചെയ്യുകയും സൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഡയറക്റ്റായിട്ട്. ഇനി അടുത്ത് നമ്മളിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് ഈ വർഷം ലാസ്റ്റ് ഇയറിൽ നമ്മൾ നടപ്പിലാക്കിയ കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിലൂടെ കോൺട്രാക്ടർ പോർട്ടൽ സ്റ്റാർട്ട് ചെയ്തു. കോൺട്രാക്ടേഴ്സിന് ലോഗിൻ ചെയ്യാം, അവരുടെ വർക്കേഴ്സിനെ മുഴുവൻ അവർക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ കോൺട്രാക്ടേഴ്സിൻ്റെ പേയ്മെൻറ്റ് അവർക്ക് ഡയറക്റ്റ് കിട്ടും, അത് അപ്രൂവ് ചെയ്യാം. മുമ്പൊക്കെ കോൺട്രാക്ടേഴ്സിന് ഈ ശനിയാഴ്ച പൈസ കൊടുത്ത് പണിയെടുത്ത് അടുത്ത ശനിയാഴ്ചയ്ക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് നമ്മളെ ട്രാൻസ്ഫോം ചെയ്തിട്ട് 24 ഇന്ന് വൈകുന്നേരത്ത് ഇന്ന് പണി ചെയ്തു ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാത്രിക്കുള്ളിൽ അവർക്ക് മോസ്റ്റ് പ്രോബ്ലി ഒരു പേയ്മെൻറ്റ് ഡയറക്റ്റായിട്ട് ഇൻ ജനറൽ കേസസ് വരുന്ന പോലെ ഉള്ള സിസ്റ്റം ഡിസൈൻ ചെയ്തു. ഇന്ന് വൈകുന്നേരം പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാത്രി ആകുമ്പോഴേക്കും അവർക്ക് അക്കൗണ്ടിൽ പൈസ കിട്ടും, മറ്റേ കോൺട്രാക്ടേഴ്സിനെല്ലാം. അത് വളരെ ഷോർട്ടായതുകൊണ്ട് അത് ഡയറക്റ്റ് ആ പൈസ, ഇത് സത്യത്തിൽ ആ പൈസ വർക്കേഴ്സിനാണല്ലോ പോണത്. വർക്കേഴ്സിൻ്റെ ഏരിയ, മേസിൻ്റെ ഏരിയ, കോൺട്രാക്ടറിൻ്റെ ഏരിയ. ഇൻ കേസ് നമ്മുടെ ടൂൾസോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്കഫോൾഡിങ്സോ അങ്ങനത്തെ വല്ലതൊക്കെ റെൻറ്റിന് എടുത്തിട്ട് അവർക്ക് അതിൻ്റെ ഏരിയ ഓട്ടോ ഷെയറായിട്ട് ഇതേപോലെ ഇന്ന് കഴിഞ്ഞ പണിക്ക് നാളെ വൈകുന്നേരം മണിക്ക് അവൻ്റെ അക്കൗണ്ടിലേക്ക് കയറുന്ന പോലെ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരും. നമ്മളെപ്പോഴും പ്ലാൻ ചെയ്ത് പോകുന്ന പോലെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മുഴുവൻ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ക്വാളിറ്റി ആയിട്ട് ക്ലയൻസിന് വീട് കെട്ടാൻ പറ്റണം. നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വെൻഡേഴ്സിന് നല്ല കോസ്റ്റ് കുറഞ്ഞിട്ട് അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം, അവർക്ക് റെഡി ആയിട്ട് പൈസ കിട്ടണം, അവർക്ക് പൈസ മുടക്കാൻ പാടില്ല. അതേപോലെ വർക്കേഴ്സിന്, മേസ്തിരിക്ക്, കോൺട്രാക്ടേഴ്സിനൊക്കെ റൈറ്റ് ടൈമിൽ റൈറ്റ് പൈസ കിട്ടുമ്പോൾ എല്ലാവരും പ്രോസ്പിരിറ്റി വളരും. അങ്ങനെ ഒരു സെൽഫ് ഗവേണിങ് എക്കോ സിസ്റ്റം ഉണ്ടാക്കാനാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ നമ്മുടെ എപ്പോഴും ചലഞ്ച് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൽ ചലഞ്ച് പറഞ്ഞു വർക്ക് ഡിലേ പോകും. അതെന്താ കാരണം പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നാളേക്ക് കുറേ ആളിനെ കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ച് എണ്ണം കൂട്ടിയിരിക്കുക. ഇത് നമ്മൾ സിസ്റ്റമാണ് വർക്ക് ചെയ്യേണ്ടത്, എന്നാലേ ക്വാളിറ്റി കിട്ടും. ദൈവം സാധിച്ച് നമ്മുടെ ഒരു പ്രോഡക്റ്റിലും ഇതുവരെ ക്വാളിറ്റി കംപ്ലൈൻറ്റ് അങ്ങനെ സാധനം വരില്ല. ആകെ ഡിലേൻ്റെ ഒരു പോരായ്മയുണ്ട്, അത് വസ്തുത തന്നെയാണ്, നമ്മൾ ഉൾക്കൊള്ളും. അപ്പോൾ അതിന് നമ്മളിപ്പോൾ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ 1000:8 എന്നുള്ള വർക്ക് സ്ട്രെങ്ത് വെച്ചുകൊണ്ട് ഡെയിലി ഓപ്പറേറ്റ് ചെയ്യാനുള്ള സിസ്റ്റത്തിലേക്ക്, അതും ഇതേപോലെ സെൽഫ് ഗവേൺ ചെയ്ത് ഡിജിറ്റലി കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് വരികയാണ്. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞു, ഏകദേശം ഒരു 2-3 മാസത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഡിലേ മുഴുവൻ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനും ഡയറക്റ്റ് പേയ്മെൻറ്റും കൂടി പോകുമ്പോൾ വർക്കേഴ്സിൻ്റെ എണ്ണം കൂടുതലും വരുമല്ലോ. സപ്ലൈക്ക് കോഷൻ ഡെപ്പോസിറ്റ് കറക്റ്റായി, സപ്ലൈ കറക്റ്റായിട്ട് ഒരു കോൺട്രാക്റ്റിന് ഒരാൾക്ക് മെറ്റീരിയൽ ഒന്നും പെൻഡിങ് ഇല്ലാതെ കറക്റ്റ് സമയത്ത് സാധനങ്ങൾ എത്താൻ തുടങ്ങി, അതിൻ്റെ പേയ്മെൻറ്റുകൾ പോകാൻ തുടങ്ങി. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി വളരെ ഷോർട്ട്ലി കുറച്ച് ദിവസത്തിനുള്ളിൽ 1000:8 എന്നുള്ള 1000 സ്ക്വയർ ഫീറ്റ് നെറ്റാണെന്നുള്ള റേഷ്യോയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഡിലേ കട്ടായിക്കൊണ്ട് അവർക്ക് വരാൻ പറ്റും. അപ്പോൾ ആ 1000:8 എന്നുള്ള ആദ്യം ഒരു 50% 1000 സ്ക്വയർ ഫീറ്റിന് 4 ആൾ വയ്ക്കാൻ ഡേറ്റ് തീരുമാനിച്ചു. അത് നമുക്ക് ഏകദേശം ഇപ്പോൾ റീച്ചായി, അത് ക്രോസ് ചെയ്തു കഴിഞ്ഞു നമ്മളാകുന്നു. ഇനി അടുത്തത് അതിൻ്റെ 75% 1000:6 എന്നുള്ള നമ്പറിലേക്ക് അടുത്തത്. അത് കഴിയുമ്പോൾ അതിൻ്റെ 100% ആയിട്ടുള്ള 8+ലേക്ക് എത്താനുള്ള സംവിധാനത്തിലേക്കാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകണം. അപ്പോൾ അത് കൃത്യമായിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇനി അടുത്ത ചെറിയൊരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്താണ് പറഞ്ഞാൽ ഈ ആമസോണോ, ഫ്ലിപ്കാർട്ടും നമ്മുടെ ഗൂഗിളും ഒക്കെ ആദ്യം വരുമ്പോൾ ഗൂഗിളിൻ്റെ അതിൻ്റെ മാപ്പൊന്നും കറക്റ്റ് ആയിട്ടില്ല, തെറ്റാണെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, GPS ഒക്കെ. അതേപോലെ തന്നെ ആമസോണിലെ പൈസ കൊടുത്താൽ ചിലപ്പോൾ തിരിച്ചു കിട്ടില്ല എന്ന് വരെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ഇത് ഞാൻ വളരെ ക്രിയേറ്റീവായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രൊഫഷണൽസ് ആയിരിക്കും നമ്മുടെ ഹെൽത്ത് സൂപ്പർവൈസേഴ്സും PMs ഒക്കെ. അപ്പോൾ അവർക്ക് 1-2 ദിവസം അതിൻ്റേതായിട്ടുള്ള വേര് കുറേ എണ്ണം റൂട്ട് ചെയ്യാനുണ്ടാവുമല്ലോ സമയം, അതിനനുസരിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരം 1-2 ലോക്കൽ കോൺട്രാക്ടേഴ്സ് ആയി നമ്മൾ കെട്ടുന്ന വീട്ടിൽ പോകും. അവിടെ ഞങ്ങളതൊക്കെ വേഗം ചെയ്തു തരാമെന്നൊക്കെ പറയാം. അവർ കുറച്ചും കൂടി 10-50 വീടുകൾ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകും. കുറച്ചും കൂടി ഒരു പേഴ്സൺ ആകുമ്പോൾ ബ്രാൻഡില്ലാതെ ഏതുപോലെയാണ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാരുതി കാറ് ഒരു കമ്പനിയിൽ റെഗുലറായിട്ട് കമ്പനി സർവീസ് ചെയ്യണമെന്ന് വയ്ക്കുക. കമ്പനി സർവീസ് ചെയ്യുമ്പോൾ അതിനൊരു മെയിൻ്റെനൻസും സുഖവും സൗകര്യവും ഉണ്ടാവും. അത് നമ്മുടെ അടുത്ത ലോക്കൽ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് തൽക്കാലം അത് ചിലപ്പോൾ ഇവിടെ 300 രൂപ കൊടുക്കുന്നതിന് അവിടെ 290 രൂപയ്ക്ക് ചിലപ്പോൾ സാധനം തരുമെന്ന് കോസ്റ്റൊന്നും കുറയില്ല. പക്ഷേ പറഞ്ഞ് നിങ്ങളെ ഞാൻ നന്നായി കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭരിപ്പിക്കാൻ ഈ ലോക്കൽ വർക്ക്ഷോപ്പുകാരന് കഴിയും. അങ്ങനെ കുറേ ആൾക്കാർ പണ്ട് ലോക്കൽ വർക്ക്ഷോപ്പിൽ പോയിട്ട് പിന്നെ അത് കഴിയാതെ വരുമ്പോഴാണ് കമ്പനിക്ക് വരുന്ന പോലെ. പിന്നെ അത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഇത് ശരിയല്ല, ഇതല്ല കമ്പനി കറക്റ്റായിട്ട് പീരിയോഡിക്കലി പ്രൊഫഷണലി മെയിൻറ്റെയിൻ ചെയ്താലേ കറക്റ്റാവും. ഞാനിതിൻ്റെ അർത്ഥം പറയുന്നത് എല്ലാ ലോക്കൽ വർക്ക്ഷോപ്പ് മോശമാണ് അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയും. റൈറ്റ്? അതേപോലെ നമ്മൾ ഈ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുമ്പോൾ വല്ല കോൺട്രാക്ടേഴ്സ് ആരെയും പോയിട്ട് അല്ല ഞങ്ങൾ UPVC എല്ലാം ഫ്രെയിമൊക്കെ കഴിയുമ്പോൾ UPVC ഞങ്ങൾ സപ്ലൈ ചെയ്ത് തരാം അതിനെക്കാട്ടി വില കമ്മിയായിട്ട്, ജനലി അല്ല പെയിൻറ്റ് ഞങ്ങൾ അടിച്ചു തരാം, സ്വിച്ച് ഞങ്ങൾ അടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ സോപ്പിടുക എന്ന് പറയില്ലേ, അങ്ങനെ മാർക്കറ്റ് ചെയ്ത് ക്ലയൻസിനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ. ബിക്കോസ് നമ്മൾ ഈ അല്പം ടൈം ഡിലേ ഉള്ളതുകൊണ്ട് ആ സമയത്ത് ക്ലയൻറ്റ് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. പക്ഷേ ആ സമയത്ത് പോയി തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. തെറ്റിദ്ധരിപ്പിച്ച് ചില 1-2 വർക്കുകൾ അതിന് ശേഷം ക്ലയൻറ്റ് നിർത്തിയാൽ തിരക്കില്ല എന്ന് 2-3 കേസിൽ പറഞ്ഞു. എന്നിട്ട് നിർത്തി നോക്കി കുറച്ച് കഴിയുമ്പോഴാണ് ക്ലയൻറ്റിന് മനസ്സിലാണ് അതിനേക്കാട്ടിലും കോസ്റ്റ് കൂടിയിട്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അത് മനസ്സിലായതിന് ശേഷം റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. നമ്മൾക്ക് ഇത്ര വലിയ വോള്യൂം ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഹാവൽസിനൊക്കെ 10-50% ഡിസ്കൗണ്ട് ഉണ്ടാകും സ്വാഭാവികമായിട്ട്. ഏഷ്യൻ പെയിൻറ്റ്സിനൊക്കെ 30-40% ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. ടൈലിലൊക്കെ എന്തിനാ 10-30% ഡിസ്കൗണ്ട് ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയും. ടാപ്പ് സാനിറ്ററി വേഴ്സിലൊക്കെ ഡിസ്കൗണ്ട്. ഇത് ഒരു ഹാർഡ്വെയറുകാരന് പോലും കിട്ടില്ല ഡിസ്കൗണ്ട്, ഒരു ഷോപ്പുകാരന് കിട്ടില്ല. ബിക്കോസ് അയാൾ ഷോപ്പാണ്, ഡീലർഷിപ്പ് നെറ്റ്വർക്ക് കൂടെ വരും. നമ്മളത് മോഡേൺ ട്രേഡ് സിസ്റ്റം എന്നുള്ള ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലുള്ള സിസ്റ്റത്തിൽ കൂടെ ഡയറക്റ്റ് മാനുഫാക്ചർ എടുത്ത് ഡിസ്കൗണ്ട് കട്ട് ചെയ്താണ്. ഈ ഡിസ്കൗണ്ട് ഇത്രയും കുറഞ്ഞുകൊണ്ട് ഒരാൾക്ക് കിട്ടാൻ പറ്റുകയില്ല. ഇനിയിപ്പോൾ ഈ വ്യക്തി മറ്റേ എന്താ പറയുക അതേപോലുള്ളൊരു അതുപോലുള്ളൊരു കമ്പനി ബ്രാൻഡിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ അവർ കിട്ടില്ല. റൈറ്റ്? പക്ഷേ ആ വസ്തുത അറിയാതെ തൽക്കാലം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്താ പറയുക നേരത്തെ പറയാം തെറ്റിദ്ധരിപ്പിച്ച് ക്ലയൻസിനെ അങ്ങോട്ടെടുത്ത് പിന്നെ അത് കെട്ടി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ക്വാളിറ്റിയോ നമുക്ക് നോക്കിയറിയാം. നമ്മുടെ നാട്ടിലെ കാസ്റ്റ് ചെയ്യുന്ന സ്ലാബിൻ്റെയൊക്കെ സൺഷൈഡിൻ്റെയൊക്കെ തിക്നെസ്സൊക്കെ ഭൂരിഭാഗമൊക്കെ തിക്നെസ്സുകളൊക്കെ 7 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടാകും. നമ്മുടെ തിക്നെസ് നമുക്ക് എന്താണോ സ്ട്രക്ചറൽ ഡ്രോയിങ് പറയുന്നത്, എന്താണോ IS സ്പെസിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊരു ഇഞ്ച് അപ്പോൾ ക്വാളിറ്റി പോകും പിന്നീട്. അപ്പോൾ ഈ ക്വാളിറ്റി പോയതിന് ശേഷം പിന്നെ അവർ പറയും അയ്യോ ഞങ്ങൾക്കത് അബദ്ധം പറ്റിയെന്ന് പല ക്ലയൻസ് പറയുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കാൻ ഞങ്ങളെടുത്തുള്ളൊരു മെഷറാണ്. എല്ലാ ക്ലയൻസിനും ആദ്യം തന്നെ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇങ്ങനെ പോവുക കാര്യങ്ങൾ, ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെ സംഭവിക്കും. നിങ്ങൾ ചിലപ്പോൾ അവിടെ രാവിലെ വന്നിട്ട് ഒന്നായിട്ട് കുറേ ആൾക്കാർ പണിയെടുക്കുമ്പോൾ എന്തൊക്കെ തെറ്റുകൾ സംഭവിക്കുക, പ്ലാനിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഒരു വീട് കെട്ടാൻ വേണ്ടി ചിന്തിക്കും, വരച്ച് കെട്ടി വരുമ്പോൾ വേറൊരു വീടാവും. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ ബെഡ്റൂമുകളിലൊക്കെ ചില ആൾക്കാർ ബെഡ് സ്വിച്ച് ഒരു ഭാഗത്തുണ്ടാവും, ബെഡ് അപ്പുറത്ത് കിടക്കുന്നുണ്ടാവും. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ വരച്ചത് ഒരാളായിരിക്കും, കെട്ടിയത് ഒരാളായിരിക്കും, ഇലക്ട്രീഷ്യൻ വേറെ ഒരാളായിരിക്കും, പെയിൻ്റ് അടിച്ച് വേറെ. ഇങ്ങനെ വരുമ്പോൾ ആ ഇത് കിട്ടാതെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ആ ഫയൽസിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം ക്ലയൻറ്റിന് പറഞ്ഞ് മനസ്സിലാക്കി ഇതേ മെത്തേഡിൽ പോയാലാണ് ഡെലിവറി കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽസ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ക്ലയൻസിന് നന്നായിട്ട് 2-3 പ്രാവശ്യം കൃത്യമായിട്ട് ടീച്ച് ചെയ്യുകയും ഒപ്പം ഈ ഡിലേ കട്ട് ഡൗൺ ചെയ്യാനുള്ള ഈ 1008 ആൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഡിലേ ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ ഇത് സിസ്റ്റം ഓവർടേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റൈറ്റ്? ആ മെത്തേഡിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ ഗ്രോ ചെയ്ത് പോവുകയാണ്. പിന്നെ അടുത്തത് അതേപോലെ തന്നെ ക്ലയൻസിന് ഇനി എത്ര രൂപ വേണം പണി തീരാൻ. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എസ്റ്റിമേറ്റിന് ഒരു 5-10% അതിന് ഒരു 5% അങ്ങോട്ടും കൂടെ കുറയുകയോ കൂടുകയോ ചെയ്യാമല്ലോ. ക്ലയൻസ് അവരുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു സ്വാഭാവികമായിട്ട്. അപ്പോൾ അത് പക്ഷേ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാ പേയ്മെൻറ്റും PO ഡയറക്റ്റാണ് അപ്രൂവ് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ഡയറക്റ്റ് ക്ലയൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഓരോ സ്പോട്ടിലും അറിയാമായിരിക്കും അവരെവിടെയും ചതിക്കപ്പെടുന്നുണ്ടോന്നോ മറ്റേപോലെ കമ്മീഷൻ അവിടെ ഇവിടെ ₹1 ഒരു കമ്മീഷനോ കടവോ ചതിയോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് നിൽക്കില്ലല്ലോ, ചെയ്യാൻ പറ്റില്ല. അത്രയും ട്രാൻസ്പെറൻ്റ് ആണല്ലോ. ക്ലയൻറ്റ് ഇൻ്റർഫേസ് ഡൗൺലോഡ് ചെയ്യുക, എത്ര രൂപ ചിലവായി, ലെഡ്ജർ മുഴുവൻ, POs എത്ര അപ്രൂവ് ചെയ്തു, പേയ്മെൻറ്റ് എത്ര ചെയ്തു, എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഏത് സമയത്തും കാണാൻ പറ്റുന്ന സിസ്റ്റം അല്ലേ. അപ്പോൾ അത്രയും എന്താ പറയുക ഡിജിറ്റലി ഓപ്പൺ ആയതുകൊണ്ട് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് ഡിസ്കൗണ്ട്. അപ്പോൾ ഇനി 2 പാരാമീറ്റർ മുകളിൽ കൊണ്ട് ഇനി എത്ര രൂപ വേണം, ഇനി എന്ന് പണി തീരാൻ പറ്റുന്നുള്ള പാരാമീറ്റർ ക്ലയൻറ്റിൻ്റെ ഇൻ്റർഫേസിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് നമ്മൾ കൃത്യമായി കൊണ്ട് പോവുകയാണ്. അപ്പോൾ
ഡിലേ കട്ടായി. പിന്നെ ഇനി അടുത്ത് 2-3 പുതിയ ഏരിയകളിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ഏരിയ നമ്പർ 1, നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലോട്ടുകൾ വെക്കാൻ വേണ്ടി ആളുകൾ ഒരു പ്ലോട്ടുകൾ വാങ്ങിക്കണം, പിന്നെ ഒരു വിൽക്കണം പ്ലോട്ട്. അപ്പോൾ വിൽക്കുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ പ്ലോട്ട് ഒരാൾക്ക് കൊടുത്ത് വേറൊരാൾ രജിസ്റ്റർ വാങ്ങി, എന്നിട്ട് അയാൾ ക്ലയൻറ്റിന് കൊടുക്കുമ്പോൾ അത് 1-1.5 ലക്ഷം രൂപയ്ക്കാണ് ക്ലയൻറ്റിന് കിട്ടുക വാങ്ങും. ഈ ബാക്കിയുള്ള പൈസയൊക്കെ മുഴുവൻ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ബാക്കിയുള്ളതായിട്ട് പോയി ഈ പൈസ ഇറക്കിയ ആൾക്ക് പ്രോഫിറ്റ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാൽ വിൽക്കാനുള്ള പ്ലോട്ടുകൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ലിസ്റ്റ് ചെയ്യാനും അത് ഡയറക്റ്റ് ക്ലയൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരും. അപ്പോൾ എന്താ ഗുണം പറഞ്ഞാൽ 1 ലക്ഷം റുപ്യൻ്റെ സാധനം 1.10 ലാൻഡ് ഓണർക്കേ കിട്ടും. 1.10 സ്ഥലം വാങ്ങിക്കുന്ന ആൾ കിട്ടുമ്പോൾ പുറത്തുനിന്ന് 1.50 വാങ്ങിക്കുന്നതിന് മുമ്പ് വേറെ ഒരു ഇടയിലൊരു ഡീലർ വന്ന് അയാൾ വാങ്ങി രണ്ടാമത് വെക്കുമ്പോൾ 1.5 വെക്കുന്നതിന് പകരം 1.10 ക്ലയൻറ്റിനെ കിട്ടും. അപ്പോൾ വിൽക്കുന്ന ആളുകൾക്ക് മെച്ചം, വാങ്ങിക്കുന്ന ആളുകൾക്ക് മെച്ചം. നമ്മൾക്ക് വെറും CDPPMC ചാർജ് മാത്രമേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ, ചെറിയ 7%. അപ്പോഴും വിൽക്കുന്ന ആൾക്ക് കൂടുതൽ കിട്ടും, വാങ്ങിക്കുന്ന ആൾക്ക് വില കുറഞ്ഞ് കിട്ടാനുള്ള സാധ്യത. ക്ലിയർ ആയ ഒന്ന്. രണ്ടടുത്തത് അപ്പാർട്ട്മെൻറ്റ്സ് ഫ്ലാറ്റ്സ് എന്ന് പറയുന്നത് ഒരു മൈക്രോ മോഡൽ, നമ്മൾ ടൗണിൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റാത്ത, വലിയ ബിൽഡർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ, 5 സെൻറ്റോ 10 സെൻറ്റോ 12 അങ്ങനെ ചെറിയ പാർസലാക്കിയിട്ട്, വലിയ സ്ഥലമാണെങ്കിലും പീസ് ആക്കിയിട്ട് ബട്ടർഫ്ലൈ മോഡൽ, വളരെ വെന്റിലേറ്റഡ് ആയിട്ട് നല്ല ലാൻഡ് ഷെയർ അൺഡിവൈഡ് ഷെയർ കൂടിയിട്ടുള്ള CDPPMC മോഡലിലേ ബിൽഡ് ചെയ്യാനുള്ള ഒരു മോഡലുമായിട്ട് വന്നിട്ടുണ്ട്. അതും അതിനുള്ള സ്ഥലം നമ്മൾ പ്രപ്പോസ് ചെയ്ത് വാങ്ങിച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനത്തേക്കും മൂവ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴേക്കും അതും ത്രൂ ആവും കറക്റ്റായിട്ട്. ക്ലിയർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈ സമയമാകുമ്പോഴേക്കും ഫ്രാഞ്ചൈസി ആയിട്ട് സ്കെയിലപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. പക്ഷേ എന്നാലും കുറച്ചുകൂടി നമ്മൾ കിട്ടിയ അഡ്വൈസ് പ്രകാരം കുറച്ചുകൂടി സ്ട്രോങ് ഫണ്ടമെൻ്റൽസോടുകൂടി, അതായത് ഇൻക്രിമെൻ്റൽ ഇംപ്രൂവ്മെൻറ്റ്സ് വിത്ത് സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് എന്നുള്ള വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒന്നും കൂടി നമ്മുടെ അവിടെ ഷേപ്പായിട്ട് 60 വീടാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി വീടുകളുടെ എണ്ണം കൂട്ടുകയും ഒപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഡിലേയും ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് ഡയറക്റ്റ് വർക്കർക്ക് പേയ്മെൻറ്റ് പോകാൻ പറ്റുന്ന ഒരു പരിസ്ഥിതിയും കൂടി ആകുമ്പോൾ, 24 hours പേയ്മെൻറ്റ് പോകാൻ പരിസ്ഥിതി ആകുമ്പോൾ അവിടെ വലിയ ഒരു മിറാക്കിൾ സംഭവിക്കും. ദാറ്റ് നമ്മുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും വളരെ പ്രോസ്പെറസ് ആവുന്ന സിറ്റുവേഷൻ. ആ രീതിയിൽ വരുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ആളുകൾക്ക്. അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വന്ന് വീണ്ടും പഠിപ്പിക്കാൻ സമയം കൂടുതൽ വലിയ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് അടുത്ത ഈ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴേക്കും, അടുത്ത ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോഴേക്കും ഫ്രാഞ്ചൈസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, അതിൻ്റെ അടിയിലപ്പോൾ പ്രോഡക്റ്റ്സ് എന്തൊക്കെയായി ലിസ്റ്റഡ് പ്ലോട്ടുകൾ ആൾക്കാർക്ക് വാങ്ങാൻ, ഈ സിസ്റ്റത്തിൻ്റെ അകത്തുകൂടെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലോട്ടുകൾ വാങ്ങിക്കാം. അവരുടെ സ്ഥലത്ത് വീടുകൾ കിട്ടാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അവരുടെ സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്ഥലത്തോ, നമ്മൾ ലിസ്റ്റ് ചെയ്ത് വാങ്ങിയ സ്ഥലത്തോ എവിടെ വേണമെങ്കിൽ CDPPMC മോഡലിൽ വീടുകൾ കിട്ടാം. രണ്ടാമത്തെ പ്രോഡക്റ്റ്. അടുത്ത മൂന്നാമത്തെ പ്രോഡക്റ്റ് അവർക്ക് താല്പര്യം ടൗണിൻ്റെ ഉള്ളിലൊക്കെ മറ്റ് വലിയ ബിൽഡേഴ്സൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ, ചെറിയ സ്ഥലങ്ങൾ ടൗണിൻ്റെ അകത്തേക്ക് അപ്പാർട്ട്മെൻറ്റ്സ് CDPPMC മോഡലിൽ ബിൽഡ് ചെയ്യുക. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം കൃത്യമായിട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ബിൽഡറാണെങ്കിൽ ആരാണ് ഞങ്ങളൊക്കെ മുമ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ പ്രോഫിറ്റും കോസ്റ്റ് ഫോർ മണി ഇൻവെസ്റ്റഡ് ഉണ്ടാവുമല്ലോ അവിടെ സ്വാഭാവികമായിട്ട്. ഇതാകുമ്പോൾ നമുക്ക് എന്തില്ല, ആ മെത്തേഡിലല്ല ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതേപോലെ വലിയ വോള്യൂം ഉള്ളതുകൊണ്ട് എല്ലാ ഡിസ്കൗണ്ട്സും ക്ലയൻറ്റിന് ഡയറക്റ്റ് കൊടുത്തുകൊണ്ട് ക്ലയൻസിന് തന്നെ അവരുടെ അപ്പാർട്ട്മെൻറ്റ് അവർക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ CDPP ചാത്തൻകുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കൂടെ അവർക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ മോഡലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നേരത്തെ പറഞ്ഞ 10% അല്ല സേവ് ചെയ്യാൻ പറ്റുക, അതിനേക്കാളും കൂടുതൽ അവർക്ക് സേവ് ചെയ്തുകൊണ്ട് അപ്പാർട്ട്മെൻറ്റ്സും കിട്ടാൻ പറ്റുന്ന ഒരു മോഡലാണ് വരുന്നത്. അത് ഏകദേശം ഈ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വർക്കിങ്സ് എല്ലാം ക്ലിയർ ഔട്ടാവും. അത് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴേക്കും അത് വലിയ രീതിയിൽ പറ്റാവുന്നത്ര ഒരു മാസീവായിട്ട് നേരത്തെ പറഞ്ഞ ഇൻക്രിമെൻ്റൽ ഇംപ്രൂവ്മെൻറ്റ്സ് വിത്ത് സ്ട്രോങ് ഫണ്ടമെൻറ്റൽസ് എന്ന ബേസിൽ മുന്നോട്ട് പോകാൻ. ഇതാണ് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ടും ഇനിയത്തെ അടുത്ത കൊല്ലം പോകാൻ പോകുന്ന പ്രോജക്റ്റ്. താങ്ക് യു സോ മച്ച്.